ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത് ചിക്കൻ ഫിംഗേഴ്സ് വിത്ത് ടൊമാറ്റോ ഡിപ്പാണ്. ഇത് ഞാൻ ഹലോ ഫ്രഷ് എന്ന് പറഞ്ഞൊരു ആപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിലിപ്പോൾ നമുക്ക് എത്ര ഡിഷ് വേണം, എത്ര പേർക്കാണ് എന്ന് അടിച്ചു കൊടുക്കുമ്പം അതിനനുസരിച്ച് അവർ നമുക്ക് വിത്ത് ഇൻഗ്രീഡിയൻസ് വിത്ത് ഇൻസ്ട്രക്ഷൻസ് അത് പ്രൊവൈഡ് ചെയ്യും. ബട്ട് ഇറ്റ്സ് ക്വൈറ്റ് എക്സ്പെൻസീവ്. ബട്ട് ഓഫറുള്ളതുകൊണ്ട് ഞാൻ ഇത്തവണ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പൊട്ടറ്റോസ് നമുക്ക് ഓവനിൽ ഫ്രൈ ചെയ്യാൻ വെക്കാം. അതിന് വേണ്ടി പൊട്ടറ്റോ നല്ലോണം തൊലി കളഞ്ഞെടുത്ത് ഇതുപോലെ ഫിംഗേഴ്സ് പോലെ കട്ട് ചെയ്തു. ദെൻ പപ്രിക്ക, സോൾട്ട്, ഓയിലൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഓവൻ ഒരു 220 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഓബർ ഉണ്ട ഹിറ്റ്സ്, അതിനെനിക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല, ഒരു 20 to 25 മിനിറ്റ്സ് നമുക്കത് കുക്ക് ചെയ്യാൻ വെക്കാം. ദെൻ നമുക്കൊരു സോസ് ഉണ്ടാക്കാം. അതിന് ഞാൻ ടൊമാറ്റോ പെസ്തോ ആൻഡ് ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ദാറ്റ്സ് ഇറ്റ്, നമ്മുടെ സോസ് റെഡിയായി. നമുക്കിനി സലാഡ് ഡ്രസ്സിങ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മേയോ, സലാഡ് ഗിവ്യൂഴ്സ് ഇട്ട് കൊടുത്തു. ഗിവ്യൂഴ്സ് മീൻസ് സ്പൈസസ് ആട്ടോ, സലാഡ് സ്പൈസ് മിക്സ് എന്ന് പറയാം ഇംഗ്ലീഷിൽ. ആൻഡ് ദെൻ ഒരു 2 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുത്തു. ദെൻ കുറച്ച് സോൾട്ട് ആൻഡ് കുറച്ച് പെപ്പർ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ആക്ച്വലി സലാഡിന് വേണ്ടിയിട്ട് ക്യൂക്കമ്പർ, പപ്രിക്ക അത്ര എടുത്തിട്ടുള്ളൂ. ഇത് രണ്ടും ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് വേറെ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതും മിക്സ് ചെയ്യാം. അങ്ങനെ അതും മിക്സ് ചെയ്ത് കൊടുത്തു. സലാഡ് എന്നുള്ള പ്രൊനൗൺസിയേഷൻ ജർമ്മനും സാലഡ് എന്നുള്ള പ്രൊനൗൺസിയേഷൻ ഇംഗ്ലീഷും കേട്ടോ. ഞാൻ ഇടയ്ക്ക് സലാഡ് എന്ന് പറയുന്നുണ്ട്. സോ ഇറ്റ്സ് ജർമ്മൻ. നമുക്ക് ചിക്കനുള്ളൊരു പേസ്റ്റ് ഉണ്ടാക്കാം. അതായത് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് കുറച്ച് മയോ, പപ്രിക്ക, സോൾട്ട്, പെപ്പർ ഇത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് വേറൊരു പ്ലേറ്റിൽ നമുക്ക് പാങ്കോ മീൽ എന്ന് വെച്ചാൽ എന്തോ ബ്രെഡ് ക്രംസ് ഒക്കെ പോലത്തെ ഒരു സംഭവമാണ്. സോ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ആ പാങ്കോ മീലിൽ നമുക്കത് കോട്ട് ചെയ്തെടുക്കാം. സോ ഇത് പാങ്കോ മീലിൽ കോട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. തീരെ ഒട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഫൈനലി എങ്ങനെയൊക്കെയോ ഞാനത് സെറ്റാക്കി. അപ്പോഴേക്കും നമ്മുടെ പൊട്ടറ്റോയും റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എടുക്കുവാണ്. അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ. സോ ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ വറുത്തെടുക്കാം. ആക്ച്വലി ഇത് ഫിംഗർ ഷേപ്പിലേക്കാണ് കട്ട് ചെയ്യേണ്ടത്. ബട്ട് എനിക്ക് അറിയില്ല, ഞാൻ കട്ട് ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെ ആയിപ്പോയി. അപ്പോൾ അത് നല്ലോണം ഓയിലിൽ അപ്പുറം ഇപ്പുറം തിരിച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. അങ്ങനെ അതും സെറ്റായി. ഇതാണ് നമ്മുടെ പ്ലേറ്റ്. നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചിക്കൻ ആക്ച്വലി നല്ല ക്രിസ്പി ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് സോസ് എനിക്ക് തോന്നുന്നു ടൊമാറ്റോ പെസ്തോ കെച്ചപ്പിൻ്റെ കൂടെ മിക്സ് ചെയ്തുകൊണ്ടാണ്. അടിപൊളി സോസ് ആയിരുന്നു. സോ ഓവറോൾ ദിസ് മീൽ വാസ് സോ യം. സോ ഡു ട്രൈ ഇറ്റ് ഔട്ട് ഗൈസ്. അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.